ഹലോ, അസ്സലാമു അലൈക്കും. എന്നെൻ്റെ യാത്രയിൽ നമ്മൾ അടുപ്പുമായിട്ട് ബാംഗ്ലൂർക്കാണ് കേട്ടോ. ബാംഗ്ലൂർ എന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ ആദ്യമായിട്ട് ഇപ്പോൾ വർക്കിന് വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഒരുവിധ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർക്ക് ഒരു പുതിയ വർക്ക് കിട്ടിയതാണ്. അപ്പോൾ അവിടുത്തെ കസ്റ്റമർ വിളിക്കാൻ വേണ്ടി കുറച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിലായതാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. നോമ്പിൻ്റെ 2 ദിവസം മുന്നെയാണ്. കാരണം ഞാൻ അന്ന് വീഡിയോസുകളും കാര്യങ്ങളും എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്ന വോയിസ്, ഈ വീഡിയോൻ്റെ വോയിസ് എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വോയിസ് കൊടുത്തതാണ് കേട്ടോ. എന്തായാലും നമുക്ക് ബാംഗ്ലൂർ വർക്ക് കിട്ടിയപ്പോൾ വർക്കിന് വേണ്ടി പോകുന്നതാണ്. എന്തായാലും ആ പോകുന്ന വിശേഷം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമ്മൾ ചെറിയ വീഡിയോ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് സ്ലീപ്പർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കിട്ടിയില്ല. ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഏതായാലും കിട്ടിയ ട്രെയിൻ ലോക്കൽ ട്രെയിൻ തന്നെ കയറുന്നു. ഭയങ്കര തിരക്കും കാര്യങ്ങളുണ്ട്. ഏതായാലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ ട്രെയിനകത്ത് പുറപ്പെട്ട് പിറ്റേന്ന് കാലത്തോടെ എത്തി. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളെ കാലത്ത് 9 മണിയായി ബാംഗ്ലൂർ എത്തിക്കേണ്ട. ബാംഗ്ലൂർ എന്ന് വെച്ചാൽ കർമ്മൽ റാം പറഞ്ഞ സ്ഥലത്ത് എത്തിക്കേണ്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 9 മണിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറി വന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കർമ്മൽ റാം എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ സൈറ്റിലേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് വർക്കിന് നിൽക്കാന്ന് വെച്ചാൽ നമ്മൾ വലിയ പ്രോഫിറ്റ് ഉദ്ദേശിച്ചിട്ട് വന്നതൊന്നുമല്ല. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് വന്നതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഗോവ, പിന്നെ ആന്ധ്ര, ലക്ഷദ്വീപ് ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോൾ വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ കൂടി ഒരു വർക്കിനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ ഇവിടെ വന്ന് ചെയ്യാനുള്ളൊരു പരിപാടിക്കാണ്. അപ്പോൾ എന്തായാലും ഓൾ ഇന്ത്യ എല്ലായിടത്തും പോയിട്ട് നമ്മൾ പട്ടാമ്പി അടുപ്പ് വെക്കാനുള്ള പരിപാടിയിലാണ്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. നമ്മളൊരു ചെറിയൊരു ആഗ്രഹത്തിന് പുറത്തിറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും വർക്ക് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് എന്നിട്ട് കേട്ടു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച്, അടുപ്പ്, ടൂൾസ് കാര്യങ്ങളെല്ലാം ഇറക്കി വെച്ച് പിന്നെ സൈറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ പെങ്ങളെ മോന് സൽമാനാണ് കേട്ടോ. ഇവൻ നമ്മൾ കൂടെ അങ്ങനെ ലോങ്ങിൻ്റെ സൈറ്റിലേക്കൊക്കെ വർക്കിന് വരുന്നതാണ്. യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവൻ കൂടുതൽ ലോങ്ങിന് നമ്മൾ പിന്നാലെ കൂടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് കസ്റ്റമർ ഓട്ടോറിക്ഷ വിളിച്ച് തന്നു. കാരണം അവർ ഓൺലൈനിൽ തന്നെ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത് തന്നിട്ട് നമ്മുടെ തേരി കയറി വരാൻ പറഞ്ഞതാണ്. കാരണം നമുക്ക് ഇവിടുത്തെ റൂട്ട് കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. അപ്പോൾ അവർ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഒരു വണ്ടി നമ്പർ, ഈ ഓട്ടോറിക്ഷ നമ്പർ പറഞ്ഞു തന്നു. എന്നിട്ട് ആ നമ്പർ വരുന്ന വണ്ടി നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങളതിൽ കയറി പോരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് അവരെ സൈറ്റിലേക്ക് എത്തിച്ചേരും. കാരണം അവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ്. പിന്നെ ഗൂഗിൾ പേയിൽ അവർ പൈസയും സെൻഡ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ കസ്റ്റമർ നമുക്ക് ശരിക്കും പറയാനുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ടിക്കറ്റും ഓട്ടോറിക്ഷയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിൻ ടിക്കറ്റും വണ്ടി ടിക്കറ്റും എല്ലാം അവർ തന്നിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നാട്ടിൽ ചെയ്യുന്ന റേറ്റിന് അല്ല എന്തായാലും ചെയ്യാം. പോയി വരാനുള്ള എക്സ്പെൻസ് കസ്റ്റമർ എടുക്കും. അതായത് നമുക്ക് ലോങ്ങിൽ ഒരുപാട് ഓർഡറുകൾ വരാറുണ്ട്. പക്ഷേ എല്ലാ ഓർഡറും നമ്മൾ പോയി ചെയ്യാറില്ല. കുറച്ചൊക്കെ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നെ ആ വർക്കിന് പോവുക. അപ്പോൾ ഇവർ നല്ലൊരു ഡീസൻറ്റ് കസ്റ്റമറാണ്. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ഈ കേരള മോഡൽ, അവർ വീട് വെച്ചിരിക്കുന്നത് കേരള മോഡൽ വീടാണ്. അതായത് ഒരു കേരളക്കാരൻ എഞ്ചിനീയറാണ് ആ വീട് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കേരളത്തിൻ്റെ വീട്ടിൽ മെയിൻ ഒരു ഭാഗമാണ് നമ്മൾ അടുപ്പ്. അപ്പോൾ ആ അടുപ്പ് അവർക്ക് വേണം. അതുകൊണ്ട് നിങ്ങളിവിടെ ബാംഗ്ലൂർ ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ, അതിന് വേണ്ട എക്സ്പെൻസ് കാര്യങ്ങൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നമുക്കൊരു വർക്കും കിട്ടി. അവർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിൽ വർക്കും കിട്ടി. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാവരും ചെയ്യുന്ന നല്ല ടൈപ്പ് അടുപ്പും കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് അവരുള്ളത്. എന്തായാലും
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് തന്ന ഓട്ടോറിക്ഷയിൽ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ വണ്ടിക്കകത്ത് LPG ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി LPG പമ്പിൽ കയറ്റിയതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ എല്ലാതും ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി LPG ഗ്യാസ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. സത്യത്തിൽ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഗ്യാസ് അടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ നാട്ടിലൊക്കെ കൂടുതൽ ഡീസലും പെട്രോളൊക്കെ അടിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇതുപോലെ ഗ്യാസ് കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതൊന്ന് കണ്ടു. നമ്മുടെ ഈ യാത്രയിൽ, അതായത് നമ്മൾ വർക്കിന് പോകേണ്ട യാത്രയിൽ നമുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ വെറുതെ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമല്ല. എന്തായാലും അങ്ങനെ ഒരു രസകരമായൊരു യാത്ര തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ പല സ്ഥലങ്ങൾക്ക് പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾക്ക് ഇനി ഓർഡർ വന്നിട്ടുണ്ട്. എന്തായാലും ദൂരം വഴികളിലേക്ക് നമ്മൾ പോകും. ഓക്കെ, എന്തായാലും ഞങ്ങളെ യാത്ര തുടരുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇതിനടുത്താണ് ഈ മാംഗോ ഏക്കർ എന്നുള്ളത്. എന്തായാലും അവിടേക്ക് നമ്മൾ സൈറ്റിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മാംഗോ ഏക്കർ എന്നറിഞ്ഞ റെസിഡൻസ് ഏരിയ കേട്ടോ. അതായത് ഇവിടെ മാവും തോട്ടം, 1 ഏക്കർ മാവും തോട്ടം, പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ വളച്ച് കെട്ടിയൊരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് നമുക്കും പുറത്തുള്ള ആളുകൾക്ക് ആർക്കും വേണമെങ്കിലും പിന്നെ 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ സ്ഥലം മേടിച്ചിട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വീട് വെക്കാം. അപ്പോൾ ഇതിന് നല്ല ഗേറ്റ് കാര്യങ്ങൾ, സെക്യൂരിറ്റി ഗേറ്റ്, നല്ലൊരു റോയൽ ഏരിയയാണ്. അതായത് ഇതിനകത്ത് പുറമൊക്കെയുള്ള ആളുകൾക്കൊന്നും കയറി വരാൻ പറ്റില്ല. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ സെക്യൂരിറ്റിയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് ഈ മാംഗോ ഏക്കറിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ വീട് വെച്ചിട്ടുണ്ട്, പുറമുള്ള ആളുകളൊന്ന് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ മേടിച്ചിട്ട് പിന്നെ ആ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വീട് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇവർ കോയമ്പത്തൂരുള്ളതാണ് ഇവിടുത്തെ ഏട്ടൻ. പിന്നെ ഇവിടുത്തെ മേഡം എന്ന് വെച്ചാൽ ബാംഗ്ലൂർകാരിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇവിടെ വീട് വെക്കുന്നത്. അപ്പോൾ ഇവർ വീട് വെക്കുന്ന വീട്ടിൽ ഒരു വെറൈറ്റി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കേരള സ്റ്റൈല് പിന്നെ വേണമെന്നും കേരള സ്റ്റൈലിൽ ഒരു അടുപ്പ് വേണമെന്നുള്ള അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ സത്യത്തിൽ ഇവരെ അടുക്കള തട്ടിന് മുകളിലാണ് കേട്ടോ, അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെയാണ് നമ്മൾ അടുപ്പ് ചെയ്യാൻ പോകുന്നത്. താഴ്ഭാഗത്ത് ഇവരെ പിന്നെ സിറ്റ് ഔട്ടും ഓഫീസ് റൂമും ചെറിയൊരു ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് താഴ്ഭാഗത്തുള്ളത്. മേൽഭാഗത്താണ് അടുക്കളയും പിന്നെ വേറെ റൂമും കാര്യങ്ങളും ഡൈനിങ് ഹാളൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ബാംഗ്ലൂരൊക്കെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഈ നമ്മൾ അടുപ്പിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഇവിടുത്തെ എഞ്ചിനീയർ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ കേരള സ്റ്റൈൽ അടുപ്പ് നമുക്ക് വേണമെന്നൊക്കെ. അപ്പോൾ എഞ്ചിനീയർ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത്രയും ലോങ് വന്നിട്ട് ചെയ്യാൻ പറ്റിയ വർക്കേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവോയ്ഡ് ചെയ്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെന്താക്കിയും നമ്മളെ നെറ്റിലൊക്കെ കയറി യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വീഡിയോസ് കണ്ട് അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുമ്പോൾ പിന്നെ ഇവർക്ക് നല്ല തൃപ്തിപ്പെട്ട് അപ്പോൾ നമ്മളെ വിളിച്ചതാണ് അവർ പറഞ്ഞു നിങ്ങൾ ഈ കേരള സ്റ്റൈലിൽ അടുപ്പ് കൂടെ വെച്ച് തരും, അതിന് വേണ്ട ചിലവ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതായത് പറഞ്ഞ് തീരുമാനമാക്കിയിട്ട് പോകുന്നതാണെന്ന് അർത്ഥം. അങ്ങനെ ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ലോങ് സൈറ്റുകൾക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പ് ടൂൾസ് മാത്രമേ കൊണ്ടുവരിക, അതിൻ്റെ സ്റ്റിക്കും പൈപ്പൊക്കെ കസ്റ്റമറുടെ അടുത്ത് വാങ്ങിപ്പിക്കലാണ്. അതായത് നമുക്ക് ബാംഗ്ലൂരാണെങ്കിൽ ലോങ് പോയി കഴിഞ്ഞാൽ ഈ പൈപ്പ് സ്റ്റിക്കും തിരഞ്ഞെടുക്കൽ കഴിയില്ല. അപ്പോൾ അത് അവരോട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ സ്റ്റിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷെ അവർക്ക് പൈപ്പ് കിട്ടിയില്ല. പൈപ്പ് അവർ പിന്നീട് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ അടുപ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ചെമ്മണിക്കൂട് കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇത് അപ്സ്റ്റെയറിൻ്റെ മേലെയാണ് അടുക്കള ഉള്ളത്. അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേലെയാണ് ഈ അടുക്കള ഉള്ളത് കേട്ടോ. താഴെ ഒരു ഓഫീസ് റൂമും കാര്യങ്ങളും ഹാളൊക്കെയാണ്, മേലെയാണ് കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടുപ്പ് കൊടുക്കുന്നത്. അടുപ്പ് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ അടുപ്പ് കൊടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് പൈപ്പ് കൊടുക്കാറ്. ഇവിടെ അങ്ങനെ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ കോർണറിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് പൈപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ പൈപ്പ് അവർ പിന്നീട് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ നമ്മൾ അടുപ്പ് മാത്രമാണ് ചെയ്യണത്. ഇവിടെ ചെയ്യുന്ന അടുപ്പ് എന്ന് വെച്ചാൽ 8-10 അടുപ്പാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കൂടുതലും ചെയ്യാറ് 9-11 അളവിലാണ് കേട്ടോ ചെയ്യാറ്. അതായത് 8-10 വരുന്നുണ്ട്, 9-11 വരുന്നുണ്ട്, 10-12 വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് 9-11 പക്ഷേ ഇവിടെ ഇങ്ങനെ സ്പേസ് കുറവാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ 8-10 വെക്കണം കേട്ടോ.
അപ്പോൾ ഈ പറയുന്ന അളവിൽ മാത്രം മാറ്റമുള്ളൂ. നമ്മൾ മെറ്റീരിയൽസിലൊരു മാറ്റമില്ല. മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ 2mm തിക്കൻസുള്ള സ്റ്റീലാണ്. സ്റ്റീൽ എന്ന് വെച്ചാൽ ടാറ്റയുടെ ജിന്ദാലിൻ്റെ സൈൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു കമ്പനിയുടെ സ്റ്റീലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ സ്റ്റീലിൽ തന്നെ 10 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്. അതായത് സ്റ്റീൽ കത്തിപ്പോവുക, ദ്രവിക്കുക, പൊള്ളക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ള ഗ്യാരണ്ടിയുള്ള സ്റ്റീലാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഈ ടൈപ്പ് അടുപ്പ് തന്നെയാണ് കൂടുതൽ ആളുകൾ ആവശ്യപ്പെടാറ്. ഇതാണ് നമ്മൾ മലപ്പുറം കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ പേരിൽ പലരും പട്ടാമ്പി അടുപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ആ അടുപ്പിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. നമ്മളെ കമ്പനിയുടെ പേര് ഫ്ലെയിം ടെക് എന്നാണ്, പട്ടാമ്പി അടുപ്പ് എന്നാണ് അറിയപ്പെടുക. നമ്മളെ ചാനലിൻ്റെ പേര് സ്വാലിയ ഹൗസ് വേൾഡ് പട്ടാമ്പി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യട്ടോ. അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നല്ല, അതായത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളും ചെയ്യും. ചില ആളുകൾക്ക് ഒരു പേടിയുണ്ട്, കാരണം കൊല്ലത്തുനിന്ന് അതല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഇത്രയും ലോങ് വന്ന് ചെയ്യുമോ എന്നുള്ളത്. നമ്മളെല്ലാ സ്ഥലങ്ങളിലും പോയി ചെയ്യും. അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ബാംഗ്ലൂർ വന്നു. ഇനി ഇതുപോലെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ലോങ്ങുള്ള ആളുകൾ വിളിക്കാൻ മടിക്കേണ്ടതില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ നോമ്പ് കഴിഞ്ഞാൽ അടുത്ത വർക്കുള്ളത്, ലോങ് വർക്കുള്ളത് മേട്ടുപ്പാളയത്താണ് കേട്ടോ. ഓക്കെ, ഇത് ബാംഗ്ലൂർ ഇലക്ട്രോണിസിറ്റിയാണ്. അപ്പോഴേ നമ്മളവിടെ ബാംഗ്ലൂർ ഇലക്ട്രോണിസിറ്റിയിൽ വന്ന വർക്കാണ്. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന് ബാക്കി ടൈൽസ് കാര്യങ്ങൾ പൈപ്പ് ഇവർ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ നമുക്ക് പിന്നീട് സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ വർക്ക് കഴിഞ്ഞ് പോവാണ്. ഓക്കെ, ഇവരാണ് എൻ്റെ ഓണർ കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് കസ്റ്റമറോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. ഓക്കെ, ഇവിടുന്ന് കൂടുതൽ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ സമയം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഓട്ടോറിക്ഷയും കസ്റ്റമർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ വണ്ടിക്കാരോട് ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു, കാരണം കൂടുതൽ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്തായാലും തിരിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ ട്രെയിനിനല്ല, ബസ്സിനാണ്. അപ്പോൾ ബസ് മാറി കയറിയിട്ട് പോകണം. കാരണം നാളത്തെ ദിവസം എന്ന് വെച്ചത് നോമ്പ് സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിയാനുള്ള സമയമില്ല, അതുകൊണ്ട് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ പുതിയ പുതിയ വീടുകൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇവിടുത്തെ കസ്റ്റമറോട് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. എന്തായാലും ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അവർ വിട്ടുതന്നിരുന്ന വീഡിയോ. അപ്പോൾ അവർ അടുപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ടൈൽസ് കാര്യങ്ങളെല്ലാം പൊട്ടിച്ചു. പിന്നെ ഹൗസ് വാമിങ് നടത്തി അവരതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാല് കാച്ചുന്ന വീഡിയോ വളരെയധികം സന്തോഷപൂർവ്വം നമുക്ക് അയച്ചു തന്നു.
പിന്നെ നല്ല അഭിപ്രായം, നല്ല ഫീഡ്ബാക്കാണ് അവർ നമ്മളെ അറിയിച്ചത്. അതുപോലെ ആർക്കെങ്കിലും ഇനി നമ്മളെ അടുപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ എത്ര ലോങ് ആണെങ്കിലും നമ്മൾ വിളിക്കാൻ മടിക്കണ്ട. പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരും. അതുപോലെ അത് വേണ്ടവരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സന്തോഷം.